അല്ല മന്മത, താനല്ലേ കാസർഗോട്ടുകാരനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? അയാളുടെ അവസ്ഥ ഇപ്പം എന്തായി? സാറേ, അത് എൻ്റെ ഇഷ്ടത്തിന് താമസിപ്പിച്ചതൊന്നുമല്ല. മൊയ്തു സാറിനോട് അനുവാദം മേടിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ആളങ്ങ് പോയി. വേറെ കുഴപ്പക്കാരനൊന്നും എന്തായി പിന്നെന്തായി എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. സാറേ ഞാൻ പറയാം, നമ്മുടെ ഫയലിലേ കാക്കേനെയും പൂച്ചേനെയും തത്തമ്മേനെയും ഒക്കെ വരച്ചു വെച്ചിട്ടാ പുള്ളി പോയത്. ഫയലിലോ? സാറേ 2 കോഴി മരിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട ഇട്ടിട്ട് നിൽക്കണം. നല്ല വര കേട്ടോ. എന്റെ മന്മത, ഇനി അയാളെങ്ങനെ മീൻ പൊതിയാനെന്ന് പറഞ്ഞിട്ട് ഫയൽ എടുത്തോണ്ട് പോയി കാണൂ? ഉണ്ടാവും സാർ, ഉണ്ടാവും. എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഇനി ഫയൽ അന്വേഷിക്കുമ്പോഴേ അറിയുള്ളൂ. മണ്ടോദരി മാഡം, A4 പേപ്പറിൽ എങ്ങനെയാണ് മീൻ പൊതിയണത്? അതുപോലെ നത്തോലി ചെമ്മീനൊക്കെ പൊതിയല്ലോ. അയ്യോ, ഇപ്പൊ നത്തോലിയുടെ സീസൺ അല്ല, ഇപ്പൊ ചൂര വാള വലിയ മീനിന്റെ സീസൺ അല്ലേ. നമസ്കാരം. അല്ല പ്യാരി മെമ്പറേ, ആ പാടത്ത് മീനൊക്കെ കൊണ്ടുപോയിട്ട് ആകെ ചീഞ്ഞ് നാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിനിപ്പോ ശമനം കിട്ടിയോ? ഒന്നും പറയണ്ട സാറേ, ആ പ്രദേശത്തെ ആളുകൾക്ക് മീൻ നാറിയിട്ട് ജീവിക്കാൻ പറ്റാനില്ല എന്ന് പറഞ്ഞ് സംഘം ചേർന്ന് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ പിന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു 125 ലോഡ് ഗ്രാവൽ അടിച്ച് ആ പ്രദേശം അങ്ങോട്ട് നികത്തി മണം പരിഹരിച്ച്. അതെ, കൗൺസിലർമാരായതാ ഇതുപോലെ വേണം, കണ്ട് പഠിക്കണം. ജനങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യേ അല്ലേ? അത്രക്കൊന്നുമില്ല നമ്മുടെ ഒരു ചുമതല. അല്ല സെക്രട്ടറി, നമ്മുടെ പ്രതിരോധ പ്രവർത്തനമൊക്കെ ഉഷാറല്ലേ? സൂപ്പറാണ് സാറേ, സൂപ്പറാണ്. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായമാണ് സാറേ. പ്രതിപക്ഷത്തിന് തീരെ അഭിപ്രായമില്ല. അതെ, തീരെ അഭിപ്രായമില്ല. ഈ പ്രതിപക്ഷത്തിന് നിങ്ങൾ ഉദ്ദേശിച്ചത് നമ്മളെ ശീതളിനെ കുറിച്ചല്ലേ? ഓന്റെ കാര്യം വിട്ടേക്ക്, ഓന് തലയിൽ ആൾ താമസമില്ലല്ലോ. അതില്ല. അത് തന്നെയല്ല, നമ്മുടെ പ്രതിപക്ഷ കൗൺസിലർ സുഗതനില്ലേ, പുള്ളിയുടെ ഡിവിഷനിൽ ഇതുവരെ ജാഗ്രത സമിതി പോലും ചേർന്നിട്ടില്ല. പിന്നെ ആളുകളുടെ ഇടയിൽ പ്രതിഷേധമുണ്ട്. ഇപ്പൊ ഞങ്ങള് എന്ത് ചെയ്താലും കുറ്റം, ഇതൊന്നും കുറ്റമല്ല. കണ്ണുകടിയാണ് അല്ല, ചെയർമാന്റെ ഡിവിഷനില് ദുബായിന്ന് ഒരാള് വന്ന വിവരം കിട്ടിയിട്ടും വേണ്ട നടപടി എടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ആരതൊക്കെ പറഞ്ഞുണ്ടാക്കണത്? അതൊക്കെ അറിയിക്കേണ്ടടുത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അറിയിച്ചില്ലേ, ചെയർമാൻ അത് വിളിച്ച് അറിയിച്ചുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ സംഘം ചേർന്ന് അയാളുടെ വീട്ടിലോട്ട് കല്ലെറിഞ്ഞ് അവർ ഓടിച്ചില്ലേ. അവരുടെ ബന്ധുക്കളെയും തേടി പിടിച്ച് എറിഞ്ഞു ഓടിച്ചു. അത് ചെയർമാൻ ഇടപെട്ടോണ്ടല്ലേ. പക്ഷെ അതൊരു ശരിയായ നടപടി അല്ല എന്ന് നമ്മുടെ ശീതളിന്റെ അഭിപ്രായമുണ്ട്. ശീതളിനുണ്ടാവും. ശീതളിന് നാളെ എന്ത് വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. സെക്രട്ടറി, നിങ്ങൾ ആ ശീതളിനോടൊന്ന് പോവാൻ പറയുന്നത്. സാറേ, ഇത് ഞങ്ങൾ തുടർഭരണം ഉറപ്പിച്ചതിന്റെ കണ്ണുകടിയാണ് ആർക്കാണ് ഇവിടെ കണ്ണുകടി? ആർക്കവിടെ തുടർഭരണം കിട്ടാൻ പോണേ? ഞങ്ങൾക്ക് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ജനങ്ങളെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീണ്ടും തുടർഭരണം കിട്ടുന്നത്? ഈ മാസ്ക് ഫ്രീ കൊടുത്തത് പിന്നെ ആരാണ്? കൊറോണയും ഫ്രീ കൊടുത്തത് നിങ്ങളല്ലേ? പറയണ്ട. എന്താ ഇപ്പൊ നിങ്ങൾ രണ്ടാൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? എന്തുട്ടി പറഞ്ഞേ? ഇത് പ്രിൻസിപ്പാൾക്ക് എന്താ കോളേജിലെ കാര്യം എന്ന് പറഞ്ഞ പോലെയല്ല. എടോ, ജനങ്ങളോട് പ്രതിബദ്ധത ഉള്ളവർക്ക് വീട്ടിലടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഞാനും പ്യാരി രാവിലെ തന്നെ ഇവിടെ എത്തിയത്. ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ കൂട്ടം കൂടി വരല്ലേ. സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഒറ്റക്ക് ചെയ്തോളാം. ഞങ്ങൾ കാണുന്നുണ്ട്. മറിമായം.